ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ നോമ്പൊക്കെ എവിടം വരെ പോകുന്നു? ഇവിടെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ ഗൈസ്. കാരണം ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് ഭയങ്കര കഠിനമാണ്. അപ്പോൾ നിങ്ങളോർക്ക് ഈ നോമ്പ് കാലത്ത് ഈ വെയിലത്ത് ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന്. ഞങ്ങൾ വേറെ എങ്ങും അല്ല. ഞങ്ങൾ പാലിയേറ്റീവ് കെയറിൻ്റെ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. വിട്ടുമാറാത്ത അസുഖങ്ങളുള്ള ആൾക്കാർ. നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മരുന്ന് വാങ്ങി കഴിക്കുക അല്ലേ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കുക അല്ലേ? എന്നാൽ വിട്ടുമാറാത്ത അസുഖമുള്ള ആൾക്കാരുടെ കാര്യം ഓർത്തിട്ടുണ്ടോ? ഉദാഹരണത്തിന് മരത്തീന്ന് വീണ് ക്യാൻസർ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻസ്, ഹാർട്ടിന് ചില പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ഇങ്ങനെ മാത്രമല്ല വാർദ്ധക്യം വന്ന ആൾക്കാരും അതുപോലെ തന്നെ സോഷ്യൽ ബുദ്ധിമുട്ട് കാണും അല്ലേ? സമൂഹത്തിൽ അവഗണനകൾ കാണും. പിന്നെ എന്താ, ഒറ്റപ്പെടൽ കാണും. കൂടാതെ മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ കാണും. ഇതൊക്കെ തന്നെയാണ് കൂടുതൽ നടക്കുന്നത്. ഒരാൾക്ക് അസുഖം വന്നാൽ ആ ആളെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ പരിഹസിക്കും. ഈ പരിഹാസം നമ്മൾ മാറ്റിയിട്ട് അവരെയും നമ്മളെപ്പോലെ കാണുക. അവരെ അടുത്ത് പിടിച്ചിരുത്തി അവർക്ക് എങ്ങനെയുണ്ട്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ, ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ എന്നൊക്കെ അവരെ അടുത്തിരുന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം, അതിൽ കൂടുതൽ എന്ത് മരുന്നാണ് ഉള്ളത് അല്ലേ? അതിൽ കൂടുതൽ എന്ത് മരുന്നാണുള്ളത്? നമ്മൾ അവരോട് സ്നേഹത്തോടെ കരുതലോടെ കാണുമ്പോഴാണ് അവർക്ക് എന്തു വലിയ അസുഖം വന്നാലും അത് മാറാൻ കഴിയും, അല്ലെങ്കിൽ മാറും എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അവരെ സന്തോഷിപ്പിക്കുക, അതിലുപരി നമുക്കും സന്തോഷം കണ്ടെത്തുക, അതാണ് വേണ്ടത്. പണ്ട് തൊട്ടേ പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്ററാണ് കേട്ടോ, ജയശ്രീ സിസ്റ്റർ. അപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഞങ്ങൾ വോളണ്ടിയർമാരായിട്ട് പോയത്. സിസ്റ്റർ ഓരോ വീടുകളിൽ കയറുമ്പോഴും ഓരോ രോഗികളെ സന്ദർശിക്കുമ്പോഴും അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, അവരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. അതുപോലെ തന്നെ സിസ്റ്റർ ഓരോ വീടുകളിൽ നിന്നും സന്ദർശിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ ക്ലാസ്സുകൾ തരുമായിരുന്നു. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് നിൽക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾക്ക് എടുത്ത് തന്നിരുന്നു. കാരണം ചില വീടുകളിൽ പോകുമ്പോൾ ചില ഉമ്മമാർ അല്ലെങ്കിൽ ചില വാപ്പമാർ, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് അങ്ങ് വയലൻ്റ് ആവും. പക്ഷേ നമ്മളത് ചിലപ്പോൾ നമ്മളെ അള്ളുവോ പിച്ചുവോ മാന്തുവോ ഒക്കെ ചെയ്യും. പക്ഷേ നമ്മളതൊന്നും നമ്മൾ കാര്യമാക്കി എടുക്കരുത്. കാരണം നമ്മുടെ വീട്ടിലൊരംഗം മാത്രമായിട്ട് വേണം നമ്മളവിടെ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്ന് അള്ളിയാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊന്ന് മുറുക്കി പിടിച്ചാൽ നമ്മളതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുകയേ ചെയ്യരുത്. അവരെ സന്തോഷിപ്പിക്കുക തന്നെ വേണം. ഇതൊക്കെ കണ്ട് വേണം ഇന്നത്തെ തലമുറകൾ പഠിക്കേണ്ടത്. നമ്മൾ ഇന്നത്തെ തലമുറകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. എന്തൊക്കെയാണ്? നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ നോക്കുന്നില്ല, ആരെയും നോക്കാത്ത കാലമാണിത്. പക്ഷെ അവരാണ് ഇത് കൂടുതലായിട്ട് ഇത് ഏറ്റെടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ നമുക്ക് ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനൊക്കെ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇതിൽ അർഹത എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറകൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം ഈ പാലിയേറ്റീവ് കെയറിൽ ഒരു അംഗമാകാൻ, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു സാന്ത്വനമാവാൻ, രോഗികൾക്ക് സാന്ത്വനമാകാൻ. എല്ലാം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോയപ്പോൾ ഡ്രൈവർ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനൊരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, അതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല. അത് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും തുറന്ന് നോക്കി, അത് എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടി ഇങ്ങനെ തുറന്ന് നോക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രതിജ്ഞ എടുക്കുക പാലിയേറ്റീവ് കെയറിൽ ഒരു അംഗമാകാൻ.